ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ നീതൂസ് ടേസ്റ്റി ഫുഡ്. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മടക്ക് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ചപ്പാത്തിയൊക്കെ പല ഷേപ്പിലും പരത്തിയെടുക്കാറുണ്ടല്ലേ. ഇന്ന് ഞാൻ മടക്കി വെച്ചിട്ടാണ് പരത്തിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചപ്പാത്തി നല്ല ലെയർ ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു പൊറോട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു ചപ്പാത്തിക്ക്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഒരു ബൗളിൽ 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇളം ചൂടുള്ള വെള്ളം കുറച്ചായി ചേർത്ത് കൊടുത്തിട്ട് മാവ് നല്ല സോഫ്റ്റായി വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കരുത്, കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുന്നതിനേക്കാൾ കുറവ് വെള്ളം മതി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ. ചൂടുവെള്ളം ആവുമ്പോൾ നമ്മുടെ മാവ് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ അത്ര തന്നെ വെള്ളം വേണ്ടി വരില്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഇത് മാറ്റുന്നത്. അപ്പോൾ ബാക്കിയുള്ള മാവ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കാനായിട്ട് ചപ്പാത്തി പലകയുടെ മുകളിൽ കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നല്ലതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ചുറ്റുമുള്ള ആ പൊടികളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഫസ്റ്റ് ഈ ഒരു ഭാഗം നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്കൊന്ന് ഓയിൽ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി നല്ല ലെയറായിട്ട് കിട്ടാനാണ് ഇതുപോലെ ഓയിൽ തേച്ച് കൊടുക്കുന്നത്. ഒത്തിരി ഒന്നും ചേർക്കേണ്ട, ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം മറ്റേ അറ്റവും ഇതുപോലെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഒരു സൈഡും ഇതുപോലെ മടക്കി കൊടുത്തതിന് ശേഷം മറ്റേ ഭാഗവും തിരിച്ചൊന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള ബോൾസ് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. എന്നിട്ടാണ് ഇത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഒത്തിരി അങ്ങ് പ്രസ് ചെയ്ത് പരത്തി കൊടുക്കേണ്ട, മെല്ലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഓയിൽ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയ ബബിൾസൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ഇത് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റായി തന്നെ ഉണ്ടാവും. ഇതാ കണ്ടില്ലേ, നമ്മുടെ ചപ്പാത്തിയൊക്കെ നല്ലതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. കണ്ടില്ലേ, എല്ലാ സൈഡും പൊങ്ങി വന്നിട്ടുണ്ട്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പാന് നല്ലതുപോലെ ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി ഇട്ട് കൊടുക്കാനായിട്ട് പാടുള്ളൂ. എന്നിട്ടൊരു ബബിൾസൊക്കെ വന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ചപ്പാത്തി ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് തന്നെ വരുള്ളൂ. പാന് അത്ര ചൂടില്ലെങ്കിൽ നമ്മുടെ ചപ്പാത്തി ഹാർഡായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബബിൾസൊക്കെ വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താലാണ് നമ്മുടെ ചപ്പാത്തി നല്ലതുപോലെ തന്നെ പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തികളും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല സോഫ്റ്റും ലെയറോട് കൂടിയിട്ടുള്ള മടക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്